എല്ലാവർക്കും അറിയാമായിരിക്കും ചെകുത്താൻ യൂട്യൂബർ ചെകുത്താൻ അറസ്റ്റിലായ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. ചെകുത്താൻ അറസ്റ്റിലായതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമുണ്ട് അതിനോട്. അത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. ചെകുത്താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് സന്തോഷിച്ചു, പരാതി കൊടുത്തവരും ഒക്കെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതി കൊടുത്തവർ ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെകുത്താനെ എതിരെ പരാതി കൊടുത്തു, അയാളെ അറസ്റ്റ് ചെയ്തു. അയാളെ ജയിലിലടയ്ക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഭീതി പരത്താൻ വേണ്ടിയിട്ട് ഉള്ള പരാതിയാണത്, അത്രേ ഉള്ളൂ അത്. അപ്പോൾ പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളും മറ്റ് ആളുകളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സാരം. അപ്പോൾ ഒന്നാമത് നമ്മുടെ സമൂഹത്തിൽ തുല്യത വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ പല ഏറ്റക്കുറച്ചിലുകളും ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും എങ്കിലും അത്തരം ഒരു ആശയത്തിലോട്ട് മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെകുത്താനെ അറസ്റ്റ് ചെയ്തത് ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു പരാതിയെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ, മാധ്യമങ്ങളുടെ ആയിക്കോട്ടെ, ബാക്കി സാധാരണക്കാരുടെ ആയിക്കോട്ടെ, സാധാരണക്കാരെന്ന് ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാലും മറ്റാളുകളുടെ ആയിക്കോട്ടെ, മാധ്യമങ്ങളുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ഇത്തരം പരാതികൾ വീണ്ടും വീണ്ടും ആരായിക്കോട്ടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ഇങ്ങനൊരു പരാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്ര നല്ലതല്ലെന്നുള്ള ചിന്തയിലല്ലേ ആളുകൾ എത്തത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികളെ ഇനി അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് ആളുകൾ എത്തിയല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കി. ചെകുത്താൻ എന്തെങ്കിലും കാണിക്കട്ടെ, ചെകുത്താൻ്റെ കേസ് എന്തെങ്കിലും ആകട്ടെ, അതല്ല വിഷയം. ഇങ്ങനെ ഒരാൾക്കെതിരെ പരാതി കൊടുത്ത് നാളെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കെതിരെയും കൊടുക്കത്തില്ലേ? പിന്നെ ഇതിങ്ങനെ ശീലമാക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് ഇത്തരം പരാതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. അത് പുറത്താരും പറയണമെന്നൊന്നുമില്ല ഈ കാര്യം, പക്ഷെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഞാനും ഇത് പറഞ്ഞൊന്നുമല്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് ഒന്ന് അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാധ്യമങ്ങളുടെ ഒന്നാമത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കത്തിവെക്കുന്നുവെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇനി അവരൊരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവത്തില്ല, ആരും തയ്യാറാവത്തില്ല. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്നു എന്നായാൽ തിരിച്ചടി ഉറപ്പായിരിക്കും. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, പൊതുജനവികാരമാണിത്. അപ്പോൾ ഇതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും ശേഷിയുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. അല്ലാത്തവർ എന്താ പറയുക, നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.